ഞാൻ ഈ മാഡത്തെ എങ്ങനെ സമാധാനിപ്പിക്കും? എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സത്യം പറഞ്ഞ ഇവരുടെ ഒരു വിധി വല്ലാത്ത തന്നെ. കോടികളുടെ സമ്പത്തുള്ള ഒരു രാജകുടുംബത്തിൽ ജനിച്ചെങ്കിലും കരയാൻ മാത്ര ഇവരുടെ വിധി. രാധമേ, എന്ത് പറയാനാ മാഡം? എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല. എന്നാലും എന്റെ മോള്, അവൾ എന്ത് കുറ്റം ചെയ്തിട്ടാ രാധമേ? കുറ്റം ചെയ്തവർ മാത്രമാണ് മേഡം ശിക്ഷിക്കപ്പെടുന്നത്. സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ മെടുക്കുള്ളവരാ യഥാർത്ഥ കുറ്റവാളികൾ. എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല. മേഡം വിഷമിച്ചിരിക്കാന്നറിയാം. നേരെ വന്ന് കണ്ട അന്യോന്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാലോ എന്ന് കരുതിയാ ഞാനിങ്ങോട്ട് ഓടി വന്നത്. രാധമ്മ വന്നത് നന്നായി. അതെനിക്കൊരു ആശ്വാസം തന്നെയാ. മേഡം കരയാതെ. നമ്മുടെ മോളെ ആരേത് ജയിലിൽ പിടിച്ചിട്ടാലും അവളെ രാജു പുറത്തു കൊണ്ടുവരും. അവനെ ഞാൻ പ്രസവിച്ചുകൊണ്ടോ എന്റെ മകനായതുകൊണ്ടോ പറയുന്നതല്ല. അവനിപ്പോ എന്റെ മകൻ മാത്രമല്ലല്ലോ, മേഡത്തിന്റെ മകനല്ലേ. എനിക്ക് ഉറപ്പുണ്ട്, ഒരു പോറല് പോലും ഏൽക്കാതെ നമ്മുടെ ഋതുമോളെ രാജു പുറത്തു കൊണ്ടുവരും. മേഡം കരയാതെ. ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെന്നിരിക്കും. പക്ഷെ എപ്പോഴായാലും കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം നമ്മളെ രക്ഷിക്കും.